ഇടയ്ക്ക് വരാത്ത യൂട്യൂബിൽ എന്താ പറച്ചില്. എല്ലാം കൂടി കയറ്റി അടുപ്പത്തേക്ക് വെച്ച പുറത്തേക്കുള്ള വഴി കാണിച്ചതായി എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി മേശപ്പുറത്തിരിക്കും. ഒറ്റ നുണയാ പറയുന്നത്. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ ദോശയും അല്ല ഉപ്പുമാവും അല്ല. ആ, എന്തേലും കാണിച്ചു വെക്കാം. തിന്നെങ്കിൽ തിന്നട്ടെ. വലിയ കാണിമംഗലം അത്ര. 1-2 വേലക്കാരികളെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഓ, അതെങ്ങനെയാ? കൈപുണ്യമാണല്ലോ സ്ത്രീകളുടെ അളവുകോല്. വൃത്തിയോട്ട മനുഷ്യര്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ചെയ്യേണ്ടതൊക്കെ ഓരോരോ കാലങ്ങളിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അന്നത് കേൾക്കാത്തതിന്റെ ദുരന്തവാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. ഇത്രയും കാലം മോളെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് നടക്കാനായിരുന്നല്ലോ നിങ്ങൾക്ക് താല്പര്യം. ഇനിയിപ്പോ ഒളിപ്പിച്ചു വെക്കുകയോ പാതാളത്തിലേക്ക് താഴ്ത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തു. ദേവൻ ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല. അവൻ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനാ. വരുൺ രാധികയെ ആ താലി കെട്ടിയതെന്നറിഞ്ഞ അവൻ അവരെ ഒന്നിപ്പിക്കും. ക്ഷേത്രത്തിൽ നിന്നൊരു സംഭവം ഉണ്ടായി. രാവിലെ നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരച്ഛനും മകളും ക്ഷേത്രത്തിലേക്ക് വന്നു. അച്ഛൻ വലിയ സങ്കടത്തിലായിരുന്നു. അയാളെ കൊണ്ടാവുന്നതെല്ലാം കൂട്ടിവെച്ച് മോളുടെ കല്യാണം നടത്തി കൊടുത്തു. പക്ഷെ അപ്പോഴാ പെൺകുട്ടി പറയുന്നത് അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന്. അവര് തമ്മിൽ നേരത്തെ എന്തോ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയുണ്ട്. പാവം. നടയിലിരുന്ന് കരയുന്നത് കണ്ടിട്ടാ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്നിട്ട് എന്തായി? അച്ഛന്റെ പിടിവാശി ഒരു വശത്ത്, വിട്ടുവീഴ്ചയില്ലാത്ത പെൺകുട്ടി മറുവശത്ത്. പിന്നെ ഒടുവിൽ രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കഴുത്തിലൊരു താലി കിടക്കാന്ന് പറഞ്ഞാ അത് നിസ്സാരമല്ലല്ലോ അമ്മേ. അതാരായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതായാലും അതിനൊരു പവിത്രതയില്ലേ? അതിനെ മാനിക്കണ്ടേ? ആ താലി കെട്ടിയവനാണല്ലോ അവളുടെ ഭർത്താവ്. അത് തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നീ ആ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അതെന്താ? പെൺകുട്ടികൾ ഓരോ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടും. അതിനൊക്കെ അനുസരിച്ച് കാരണവന്മാർക്ക് മാറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ താലിക്ക് എന്തിനാ ഇത്രയും പവിത്രത കൽപ്പിക്കുന്നത്? ദേവിട്ടും കഴിക്കേ. മതി. രാധിക മോളെവിടെ?
മോളിവിടെ വന്നിട്ടുണ്ടല്ലോ. അത് ദേവേട്ടൻ എങ്ങനെ മനസ്സിലായി? ഭക്ഷണത്തിന്റെ രുചി കണ്ടാ എനിക്കറിയില്ലേ. എന്റെ മോളുടെ സ്നേഹമാണ് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലുണ്ടാവുക. അവളെവിടെ? അവള് കുറച്ചു നേരമായി പൂജാമുറിയിൽ ഇരിക്കുക. എന്നാ പിന്നെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. നീ അവിടെ ഇരുന്ന് കഴിച്ചു തീർക്ക്. അവളിവിടെ തന്നെ ഉണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും എന്റെ മോളുണ്ടാക്കിയതല്ലേ, മതി മറന്നങ്ങ് കഴിച്ചേക്കാം.